നമസ്കാരം, വെൽത്ത് വിത്ത് സൗമ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാൽ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൂടുതൽ പേരും വിശ്വസിക്കുന്നത് കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ കൂടുതൽ സമ്പാദിക്കാമെന്നാണ്. പണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ലെജൻഡറി ഇൻവെസ്റ്റേഴ്സ് ആയ വാരൻ ബഫറ്റ്, ചാർലി മങ്കർ, രാകേഷ് ജുൻജുൻവാല ഇവർ പ്രൂവ് ചെയ്യുന്നത് വെൽത്ത് എന്നാൽ ബിഹേവിയർ, ടൈം ആൻഡ് ഡിസിപ്ലിൻ ആണ്. ലെറ്റ്സ് ബ്രേക്ക് ദി മൈൻഡ്. ഫിനാൻഷ്യൽ ഫ്രീഡം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലാണ്. നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കീ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. നമ്മുടെ വരുമാനത്തെക്കുൾ കുറച്ച് ചെലവാക്കുക. നമുക്ക് വാരൻ ബഫറ്റ്, ഡോക്ടർ പട്ടു, മോണിക്ക ഹെലൻ ഇവരെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവരെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുന്നവരാണ്. നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ലൈഫ് സ്റ്റൈല് ഓവർ ഇൻക്രീസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫ്രീഡം. പോസിബിൾ ആണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം തീരെ ചെലവാക്കാതിരിക്കുക. അതിനെ ഫിനാൻഷ്യൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. അതായത് പൈസ ചെലവാക്കാത്ത രീതിയിലുള്ള ഒരു വ്രതം പോലെ. രണ്ടാമത്തേത് ലോങ് ടേമിലേക്ക് തിങ്ക് ചെയ്യുക. ക്വിക്ക് മണി എന്നുള്ളത് പലപ്പോഴും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നതും അതിന് പോകാതിരിക്കുക. മിക്കവാറും ക്വിക്ക് മണി ട്രാപ്പ് ആകും. അതിന് പോകാതെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കുക. ഇൻവെസ്റ്റിംഗ് ഒരു ബോറിംഗ് സ്റ്റഫാണ്. ഒത്തിരി പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ അതിന് ആവശ്യമാണ്. മൂന്നാമത്തേത് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 1 lakh അല്ലെങ്കിൽ 10 lakh അല്ലെങ്കിൽ 1 CR 10 CR ഇത് അച്ചീവ് ചെയ്യാൻ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ അതിനുശേഷം കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് തുടങ്ങും. നെക്സ്റ്റ് ടാർഗറ്റ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. ഏർലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിരിക്കുക. ദിസ് വിൽ ലീഡ് യു ടു ഹ്യൂജ് വെൽത്ത്. നെക്സ്റ്റ്, അവോയ്ഡ് ഡെറ്റ്. ഇതിനെക്കുറിച്ചും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെറ്റ് അല്ലെങ്കിൽ കടം അതല്ലെങ്കിൽ ലോൺ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. പ്രൊഡക്റ്റീവ് അസറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കടം ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ നോക്കുക. അതല്ലാത്തവർ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക. അടുത്ത സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ട്രെൻഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്. ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് മൊമെന്ററി ആണ്. ഡിസിപ്ലിൻ അങ്ങനെയല്ല. വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. സ്പോർട്സിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിംഗിലും സെയിം ആയിട്ടുള്ള ഡിസിപ്ലിൻ റിക്വയർഡ് ആണ്. കൺസിസ്റ്റൻസി വിൻസ്. വലിയൊരു ആസ്പെക്ട് ആണ് ഇമോഷണൽ കൺട്രോൾ. മാർക്കറ്റ് ക്രാഷ് ചെയ്താൽ പാനിക് ആവരുത്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കുക. മാർക്കറ്റ് റൈസ് ആവുമ്പോഴും ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക. നമ്മളെ പോലെ പാർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ഡെയിലി മന്ത്ലി പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാതെ ഇയർലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് എ ഇയർ ചെക്ക് ചെയ്യുക. അതുപോലെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഇഫ് യു ആർ ഏബിൾ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് വെൽത്ത്. ലാസ്റ്റ് പോയിന്റ്, ലേൺ കണ്ടിന്യൂസ്ലി. എല്ലാ ഗ്രേറ്റ് ഇൻവെസ്റ്റേഴ്സും നല്ല വായനാശീലം ഉള്ളവരായിരുന്നു. ബ്ലൈൻഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യരുത്. റാദർ ഗോ ത്രൂ എക്കണോമിക് ടൈംസ്, മിന്റ് or Yahoo Finance or an authentic finance related publication. നമ്മൾ കാണുന്ന പല ചാനലുകളും ഒരു ബിസിനസ് മാത്രമാണ്. അത് തിരിച്ചറിയുക. നിങ്ങളുടെ ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് ഒരളവിലധികം സമ്പാദിക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് ഫ്രീഡം ഓഫ് ചോയ്സ്. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റേ കൺസിസ്റ്റന്റ്, തിങ്ക് ലോങ് ടേം. ഒരു ദിവസം നിങ്ങളുടെ പൈസ നിങ്ങൾക്കായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതോടുകൂടി നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം സീരീസ് 1 വീഡിയോസ് അവസാനിക്കുകയാണ്. ഇത് 17ാമത്തെ വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദി കണ്ടന്റ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. അടുത്ത സീരീസ് നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് കവർ ചെയ്യണമെങ്കിൽ അറിയിക്കുക. താങ്ക് യു.